തൊടുപുഴ പടിഞ്ഞാറെ കൊടിക്കുളത്ത് ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റേണ്ടതൊക്കെ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. ഏക്കർ കണക്കിന് റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷിയാണ് ഇവിടെ നശിച്ചിരിക്കുന്നത്. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ കടപുഴകുകയും ചെയ്തിട്ടുണ്ട്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ടുണ്ട്. ജെയിൻ, വലിയ കെടുതിയാണോ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും വലിയ കെടുതിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായി വൈകുന്നേരങ്ങളിൽ തൊടുപുഴ അടക്കമുള്ള മേഖലകളിൽ അതിശക്തമായ കാറ്റ് വീശിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് കോടിക്കുളത്ത്, പടിഞ്ഞാറെ കോടിക്കുളത്ത് നൂറുകണക്കിന് റബ്ബർ മരങ്ങൾ പൂർണ്ണമായും ഒടിഞ്ഞു താഴേക്ക് വീണിരിക്കുന്നത്. അതായത് വെട്ടാൻ പാകമായ റബ്ബറല്ല, പക്ഷേ അധികം വൈകാതെ വിളവെടുക്കാൻ പാകമായിട്ടുള്ള റബ്ബർ മരങ്ങളാണ് ഈ അല്ലെങ്കിൽ ഈ കാറ്റിൽ നശിക്കപ്പെട്ടത്. കർഷകരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയും വലിയ വേദനയും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വലിയ അപകടങ്ങൾ, ദുരന്തങ്ങൾ, ജീവന ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഈ കാറ്റ് മാറിയില്ല എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തൊടുപുഴ മേഖലയിൽ കാറ്റ് മൂലം കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം അടക്കം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ് കരുതുന്നത്. കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഈ നഷ്ടങ്ങൾ കൃത്യമായി കണക്കാക്കി കർഷകർക്ക് അത് നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും ഇതിനോടൊപ്പം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.